ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വെൽക്കം ബാക്ക്. അപ്പം എല്ലാവരും ആലോചിച്ചിട്ടുണ്ടായിരിക്കും ഞാൻ എന്താണ് ഈ ഒരു ബാസന്തി ലുക്കിലെന്ന്. അപ്പം അത് വേറൊന്നുമല്ല. അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. ഞാൻ ശരിക്കും എൻ്റെ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തപ്പം ഞാൻ വിചാരിച്ചിരുന്നത് ഇതുപോലുള്ള വീഡിയോസ് ചെയ്യണം എന്നാണ്. കൂടുതലും ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ ചെയ്യണം എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഞാൻ ആകെപ്പാടെ ഇത്രയും നാൾ വീഡിയോ ഇട്ടതിൽ ആകെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ എങ്ങാണ്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നീട് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാമെന്ന്. അപ്പം ബർത്ത്ഡേക്ക് വേണ്ടി ഞാൻ റെഡിയാവാൻ പോവാണ്. നമുക്ക് അധികം നേരം സംസാരിച്ച് നിൽക്കാനായിട്ട് ടൈമില്ല, പെട്ടെന്ന് റെഡിയാവണം. ആ കൂടെ ഞാൻ ഇപ്പോൾ വിചാരിച്ചു എന്നാൽ വീഡിയോയും കൂടെ എടുക്കാം എന്നുള്ളത്. അപ്പം ഇത് നമ്മൾ പ്രത്യേകിച്ച് എവിടെയല്ല, വീട്ടിൽ തന്നെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഈവനിങ്ങിൽ എല്ലാവരും വരും, അപ്പോഴാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഒരുപാട് ഓവറായിട്ടൊന്നും റെഡി ആവുന്നില്ല, ജസ്റ്റ് ഒരു മിനിമലായിട്ട് റെഡി ആവാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ എൻ്റെ വീഡിയോയിലേക്ക് വെൽക്കം ബാക്ക്. Come and fly away with me. 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 എൻ്റെ ഫേസ് ഒന്ന് നോക്കിക്കേ. എനിക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, ഒരു ഭയങ്കര ടിംഗ്ലിങ് സെൻസേഷൻ. പക്ഷേ ഇത് സംഭവം അടിപൊളിയാണ്. അയ്യോ, കാര്യം ഞാനിതെൻ്റെ ഫേസിൽ ട്രൈ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ മനുവിൻ്റെ ഫേസിൽ ആദ്യം ട്രൈ ചെയ്തായിരുന്നു. അടിപൊളിയാണ് ഇത്. ശരിക്കും ബബ്ലിയും പെട്ടെന്ന്, അതായത് നമ്മൾ അപ്ലൈ ചെയ്തതിന് മുഖത്തിങ്ങനെ അപ്ലൈ ചെയ്ത് ഒരു 5 മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്ക് ഇതിങ്ങനെ ബബിൾ ചെയ്യാൻ തുടങ്ങും, എന്നിട്ട് ഫുൾ ഫോം ആവും. പക്ഷെ നമ്മളിത് റിമൂവ് ചെയ്യുമ്പോൾ പെട്ടെന്നൊരു ഗ്ലോ നമുക്ക് ഫേസിൽ ശരിക്കും തോന്നും. ഞാനിത് കാണിച്ചു തരാം. ഒരു ടിംഗ്ലിങ് സെൻസേഷൻ ഉണ്ട്, പക്ഷേ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാനിതൊരു 50 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ 50 മിനിറ്റ്സ് കഴിഞ്ഞു. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഞാനിതിനെ റിമൂവ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആ പാക്കേജിൽ എഴുതിയിരിക്കുന്ന ഇതുകൊണ്ട് മുഖം ഒന്ന് ജസ്റ്റ് മസാജ് ചെയ്യാനാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഒന്ന് കുളിച്ചു. ബർത്ത്ഡേക്ക് അല്ലേ, അപ്പോൾ കുളിച്ചു. ആ കൂടെ തന്നെ ഞാൻ ഒന്ന് സ്കിന്നൊക്കെ ഒന്ന് സ്ക്രബ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്കിൻ സ്ക്രബ് ചെയ്തു. നല്ല ഒരു ഫേഷ്യൽ, ഒരു ഷീറ്റ് മാസ്ക് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം നിങ്ങൾ കണ്ടു കാണുമല്ലോ. അപ്പോൾ അതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് മേക്കപ്പ് ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ഒരു സ്കിൻ കെയർ ചെയ്യുകയാണ്. അപ്പം ഞാൻ എപ്പോഴും എൻ്റെ ഒരു റൂട്ടീൻ സെയിം തന്നെയാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു വിറ്റാമിൻ സി സിറമാണ്. ഒരു മിനിറ്റ്. ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഡെയിലി ഈ ബലയുടെ ഒരു വിറ്റാമിൻ സി സിറമാണ്. അപ്പം ഇതെൻ്റെ ഇത് തീർന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പുതിയത് വാങ്ങിയത് അതിൻ്റെ തന്നെ വിറ്റമിൻ സി സിറമാണ്. പക്ഷെ ഇപ്പം ഇത് പുതിയതായിട്ട് ഇന്നലെ ഞാൻ വാങ്ങിയതേ ഉള്ളൂ. അപ്പോൾ ഇന്നും ഞാൻ ഉപയോഗിക്കാൻ വേണ്ടി പാക്കറ്റ് തുറന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ശ്രദ്ധിക്കുന്നത് വിറ്റമിൻ സി സിറം പ്ലസ് ക്രീമാണെന്ന്. അപ്പോൾ ഇത് അവരുടെ പുതിയ ഏതോ ഒരു പ്രൊഡക്റ്റാണ്. കാരണം ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ ബല എന്ന് പറയുന്ന DM-ൻ്റെ ഒരു പ്രൊഡക്റ്റാണ്. ഇവരുടെ ഈ വിറ്റമിൻ സി, ഇവർക്ക് കുറേ സിറമുണ്ട് ഈ ബലയുടെ തന്നെ. അതിൽ എനിക്ക് ഉപയോഗിച്ചാൽ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് വിറ്റമിൻ സി സിറമാണ്. എന്താ അത് വലിയ ചേഞ്ച് കൊണ്ടുവന്നോ അതൊന്നും എനിക്കറിയില്ല, പക്ഷെ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അത് യൂസ് ചെയ്യാൻ. എന്താണെന്ന് എനിക്കറിയില്ല ഗൈസ്. അപ്പോൾ ഞാൻ ഈ ഒരു ക്രീം ഇത് എങ്ങനെയുണ്ട് ഒന്നും ഞാൻ ഇതുവരെ ഉപയോഗിച്ച് നോക്കിയിട്ടില്ല. അപ്പോൾ ഇപ്പോഴാണ് ഇത് ക്രീമാണെന്ന് കാണുന്നത്. അപ്പം നോർമലി ഞാൻ സിറമാണെങ്കിൽ അതാണ് ഏറ്റവും ഫസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഇതിപ്പോൾ ക്രീമാണെങ്കിൽ ഇതിന് മുകളിൽ ഞാൻ നോർമലി ഉപയോഗിക്കുന്ന ഒരെണ്ണമാണ് ഈ കോസറാക്സിൻ്റെ സ്നെയിൽ മ്യൂസിൻ സിറം. അപ്പം ഇതൊരു ലിക്വിഡ് ഒരു ജെല്ലി ടൈപ്പാണ്. അപ്പോൾ ഞാൻ ക്രീമിൻ്റെ മുകളിൽ ഇത് അപ്ലൈ ചെയ്താൽ മിക്കവാറും അതിങ്ങനെ പൊളിഞ്ഞു വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ ഫസ്റ്റ് ഈ സിറമാണ് ഉപയോഗിക്കുന്നത്, കോസറാക്സിൻ്റെ. ഇത് ഭയങ്കര ഹൈപ്പ് കിട്ടിയൊരു പ്രൊഡക്റ്റാണ്. ഇതിപ്പോൾ ഞാൻ ഒരു 4 മന്ത്സായിട്ട് ഞാൻ ഈ കോസറാക്സിൻ്റെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. ഇതും ഇതിൻ്റെ ഒരു മോയ്സ്ചറൈസർ കംപ്ലീറ്റ് തീർന്നു. ഇനി എനിക്കത് പുതിയത് വാങ്ങണം.
ഈ പ്രൊഡക്റ്റ് നല്ലതാണോ എന്ന് ചോദിച്ചാൽ ഇതിൽ നിന്ന് എനിക്ക് അങ്ങനെ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടില്ല. പക്ഷെ ഇതിനൊരു ഗുണം, ഒരു സ്മെല്ലില്ല, സ്കിന്ന് നല്ല ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് ഇങ്ങനെ ഇരിക്കും. എപ്പോഴും ഭയങ്കര ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ ഇതൊന്നുകൂടെ ഞാൻ വാങ്ങുമായിരിക്കും തീർന്നു കഴിഞ്ഞാൽ. അപ്പം ഇത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യാറ് സെക്കൻഡ് സ്റ്റെപ്പ്, ഇനി അടുത്തത് ചെയ്യുന്നത് ഈ വിറ്റാമിൻ സി സിറമാണ്. പക്ഷേ ഇത് പുതിയ പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇതിൽ എഴുതിയിട്ടുണ്ട് വിറ്റാമിൻ സി പ്ലസ് വിറ്റാമിൻ ഇ കൂടെ ഉണ്ടെന്ന്. അറിയില്ല നല്ല പ്രൊഡക്റ്റാണോ എന്നുള്ളത്. യൂസ് ചെയ്തിട്ട് നല്ലതാണെങ്കിൽ നമുക്കിത് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഇതാ ഞാനിങ്ങനെ എടുക്കുകയാണ്. വൈറ്റ് കാസ്റ്റ് ഉണ്ടാവാതിരുന്നാൽ മതിയായിരുന്നു ദൈവമേ. വൈറ്റ് കാസ്റ്റ് ഒന്നുമില്ല, പെട്ടെന്ന് അപ്ലൈ ആവുന്നുണ്ട്. ഞാൻ ഏറ്റവും ലാസ്റ്റ് ചെയ്യുന്നത് സൺസ്ക്രീൻ ആണ്. ഞാൻ പൊതുവെ എല്ലാ പ്രൊഡക്റ്റുകളും, അതായത് പ്രൊഡക്ട്സിൽ കണ്ണിന് ചുറ്റും അപ്ലൈ ചെയ്യരുത് എന്നല്ലാത്തത് എല്ലാം തന്നെ ഞാൻ യൂസ് ചെയ്യും. ഇപ്പോൾ നമ്മൾ സൺസ്ക്രീൻ ആയാലും, ഇപ്പം ഞാൻ ഉപയോഗിച്ച ഈ സൺസ്ക്രീൻ വന്നിട്ട് ഓയ്സറിൻ എന്ന് പറയുന്ന ബ്രാൻഡാണ്. പക്ഷെ അത് മാത്രം ഞാൻ കണ്ണിന് ചുറ്റും ഉപയോഗിക്കില്ല. കാരണം എനിക്ക് ഒരു പ്രാവശ്യം അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നിർത്താതെ ഞാൻ കരയേണ്ട വന്നു. അമ്മാതിരി കണ്ണ് നീറുമായിരുന്നു. അപ്പോൾ എല്ലാ പ്രൊഡക്റ്റും നമ്മൾ ഫേസിൽ തേക്കുന്ന കൂടെ തന്നെ നമ്മൾ കഴുത്തിലും കൂടെ തേക്കണം. ഇതെല്ലാം ഒന്ന് മുഖത്ത് കറക്റ്റ് ഒന്ന് സെറ്റ് ആവുന്ന നേരം കൊണ്ട് ഞാൻ എൻ്റെ ഫേസ് കുളിച്ചിട്ടിരിക്കുകയല്ലേ, അപ്പോൾ കുറച്ച് നേരം ഒന്ന് സിറം തേച്ചിട്ട് ജസ്റ്റ് ഒന്ന് മൂടി, ആദ്യം ഒന്ന് ജസ്റ്റ് ഞാൻ കൈ കൊണ്ടൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഈരിയിടും. എന്നിട്ട് ബാക്കി മേക്കപ്പ് അപ്ലൈ ചെയ്തിട്ട് മൂടി നമുക്ക് ഡ്രൈ ചെയ്യാം. ഞാനപ്പോൾ മുടി ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടിങ്ങനെ ചീവിയിട്ടു. ഞാൻ അപ്ലൈ ചെയ്യുന്നത് സ്ട്രീക്സിൻ്റെ സിറമാണ്. അത് ഞാനിപ്പോൾ കഴിഞ്ഞ മാസമല്ല, മാർച്ചിൽ നാട്ടിൽ പോയപ്പോൾ വാങ്ങിച്ചിട്ട് വന്നതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്ട്രീക്സിൻ്റെ. നമുക്കിവിടെ സ്ട്രീക്സ് അവൈലബിൾ അല്ല. അപ്പോൾ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ലോറിയൽ പാരിസിൻ്റെ ഒരു സിറമായിരുന്നു. അപ്പോൾ നാട്ടിൽ പോയിട്ട് വന്നപ്പം വാങ്ങിയതാണ്. അപ്പോൾ ഇനി നമ്മൾ മേക്കപ്പിലേക്ക് കിടക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കൺസീൽ ചെയ്യാം. ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത്, ഞാൻ കൺസീലർ എല്ലാം മേബിലിൻ്റെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് ഉപയോഗിച്ച ഒരു മേബിലിൻ ഏജ് റിവൈൻഡർ ആയിരുന്നു. അത് തീർന്നു കഴിഞ്ഞപ്പോഴാണ് ഇതാ ഇപ്പോൾ ഈ ഫിറ്റ്മിയുടെ ഒരു ഇതാണ്. ഇതിപ്പോൾ കഴിയാറായി. അപ്പോൾ നമുക്ക് ഇനി അടുത്ത എന്തെങ്കിലും ട്രൈ ചെയ്യാം. അപ്പം ഞാൻ ഒരുപാട് മേക്കപ്പ് പ്രൊഡക്ട്സുകൾ ഇങ്ങനെ വാങ്ങിച്ച് കളക്ട് ചെയ്യുന്നൊരു വ്യക്തിയല്ല. ലിപ്സ്റ്റിക്സിൻ്റെ കളക്ഷനാണ് എനിക്ക് ഒരുപാടുണ്ട്. പക്ഷെ ഇതുപോലുള്ള മേക്കപ്പ് പ്രൊഡക്ട്സുകൾ എന്ന് പറയുമ്പം ഞാനിപ്പോൾ ഫൗണ്ടേഷൻ ആയാലും കൺസീലർ ഇതൊക്കെ ഒരെണ്ണം തീർന്നു കഴിയുമ്പോഴേ അടുത്തത് വാങ്ങുള്ളൂ. ഇല്ലെങ്കിൽ എനിക്കിഷ്ടമാണ്, മേക്കപ്പ് ചെയ്യാൻ ഇഷ്ടമാണ്. പക്ഷേ ഇത് നമ്മളിങ്ങനെ എപ്പോഴും വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വെറുതെ വേസ്റ്റ് ഓഫ് പ്രൊഡക്ട്സ് ആണ്. കാരണം നമ്മളിത് ഫുൾ യൂസ് ചെയ്യില്ല ഈ ഒരുപാടുണ്ടെങ്കിൽ. അപ്പം ഞാൻ ഒന്ന് കഴിയുമ്പോഴേ വാങ്ങൂ. ഇനി അതല്ല, ചില പ്രൊഡക്ട്സിൻ്റെ ഒക്കെ ഹൈപ്പും കാര്യങ്ങളും കണ്ടിട്ട് അത്ര എനിക്ക് വാങ്ങണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ വാങ്ങും. അപ്പോൾ അതാ ആദ്യം തന്നെ കൺസീൽ ചെയ്യാം. ഇതാണ് വീഡിയോ കണ്ടാൽ ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. ഞാനുണ്ടല്ലോ മേക്കപ്പ് ചെയ്യാനൊക്കെ കറക്റ്റ് ഞാൻ തുടങ്ങിയത്, അതായത് ഇതുപോലെ കൺസീലും അതൊക്കെ ചെയ്യാൻ തുടങ്ങിയത് നേഴ്സിംഗ് കഴിഞ്ഞപ്പോഴാട്ടോ. നേഴ്സിംഗ് ഒരു ലാസ്റ്റ് ഇയർ ഒക്കെ ആയി കഴിഞ്ഞപ്പോഴാണ്. അതിനു മുമ്പ് നമുക്ക് നോർമൽ, ആദ്യം പണ്ടൊക്കെ സ്കൂളിംഗ് പീരീഡിൽ നമ്മുടെ നോർമൽ, എനിക്കറിയില്ല അന്ന സമയത്ത് ഞാനൊരു ക്രീം ഉണ്ടായിരുന്നു, ഏതിൻ്റെ ആണെന്ന്. അത് പിന്നെ നമ്മുടെ സാധാ ടാൽക്കം പൗഡർ,
അതായിരുന്നു. പിന്നെ നഴ്സിങ്ങിനൊക്കെ ആയി കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടി ഒരു ഇമ്പ്രൂവ് ആയി. നഴ്സിംഗ് ഒക്കെ പഠിച്ച സമയത്ത് ഒലയുടെ ക്രീം, അതുപോലെ കോമ്പാക്ട് പൗഡർ ഉണ്ടല്ലോ, ഒരു നമ്മുടെ ലോക്കൽ ഡാസ്ലറിൻ്റെ, അതായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ പിന്നെ ആയപ്പോഴത്തേക്കും ഫൗണ്ടേഷനിലേക്ക് മാറി. ഫിറ്റ്മിയുടെ ഫൗണ്ടേഷൻ ആയിരുന്നു ആദ്യം യൂസ് ചെയ്തുകൊണ്ടിരുന്നത്, മേബ്ലിൻ ഫിറ്റ്മി. പിന്നെ അത് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയിട്ട് മേബ്ലിൻ സൂപ്പർ സ്റ്റേ ആയിരുന്നു. അത് ഇവിടെ വരെ വരുന്നവരൊക്കെ സൂപ്പർ സ്റ്റേ ആയിരുന്നു. പിന്നെ ഇപ്പം പല പല ഫൗണ്ടേഷൻസ് ഇങ്ങനെ കാണുന്നതൊക്കെ ഫൗണ്ടേഷൻസ് ഒക്കെ ട്രൈ ചെയ്യാറുണ്ട്. അപ്പം ഞാൻ പുറത്ത് വെക്കേഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ വേറെ ഫൗണ്ടേഷൻ, നമ്മൾ ഡെയിലി വർക്ക് ചെയ്യുമ്പോൾ വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള, ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറിയൊക്കെ ആയിട്ട് ഇട്ടിട്ടുണ്ട്, ആ ഒരു ഫൗണ്ടേഷനാണ് അങ്ങനെ ഉപയോഗിക്കുന്നത്. അപ്പോൾ എനിക്കുണ്ടല്ലോ മേക്കപ്സ് ഒക്കെ കുറച്ചുകൂടി ഇങ്ങനെ ഗ്ലോയി ആയിട്ട് നിൽക്കുന്ന ഇഷ്ടം. ഒരു മാറ്റ് മാറി എനിക്ക് കുറച്ചുകൂടി ഡ്യൂ ആയിട്ടിരിക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഞാൻ ഫേസിൽ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്താൽ സെറ്റിംഗ് പൗഡർ ഇടാറില്ല. പകരം ജസ്റ്റ് ഞാൻ കണ്ണിന് ചുറ്റും സെറ്റിംഗ് പൗഡർ ഒന്ന് ചെയ്യും. കാരണം ഈ കൺസീലർ പിന്നീട് ഒലിച്ചു വരാതിരിക്കാനായിട്ട്. ഞാൻ എന്താണ് സംസാരിച്ചുകൊണ്ടിരുന്ന് മേക്കപ്പ് ചെയ്യുവാണെങ്കിൽ കാണുമ്പോൾ നിങ്ങൾക്കും ബോറടിക്കില്ലല്ലോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഞാൻ സംസാരിക്കുന്നതാണ് നിങ്ങൾക്ക് ബോറടിക്കുന്നതെന്ന്. എന്നാലും കുഴപ്പമില്ല. എൻ്റെ സ്കിൻ എന്ന് പറയുന്നത് പണ്ട് നല്ല ഓയിലി സ്കിന്നായിരുന്നു. അതായത് ഇങ്ങനെ എണ്ണ ഇങ്ങനെ ഒഴുകും അതുപോലത്തെ സ്കിന്നായിരുന്നു. പക്ഷെ ആ സമയത്ത് എനിക്ക് ഓയിലി ഇഷ്ടമാണ്. പക്ഷെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹെവി ആക്നെ വരും. ഭയങ്കര ആക്നെയാണ്. എനിക്ക് പണ്ട് നമ്മുടെ ഒരു ടീനേജ് പ്രായത്തിലൊക്കെ ഞാൻ ഒരുപാട് ആക്നെയുടെ പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ ഒരു 1 year ആയിട്ട് ഞാൻ ഓയിൽ കൺട്രോൾ പ്രൊഡക്ട്സുകളായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അത് ഉപയോഗിച്ച് കഴിഞ്ഞ് ഇപ്പം എന്ന് പറയുന്നത് എൻ്റെ ഒരു കോമ്പിനേഷൻ സ്കിന്നാണ്. അതായത് ഓയിലും അല്ല ഡ്രൈയും അല്ല, പക്ഷെ ഡ്രൈ ആണ് കേട്ടോ. ഇപ്പോൾ കൂടുതലും ഡ്രൈ സ്കിൻ തന്നെയാണ്. അപ്പോൾ ഞാൻ നാട്ടിൽ ചെന്ന് ഒരു ബ്രൈഡൽ മേക്കപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ് എൻ്റെ മേക്കപ്പ് ചെയ്തത്. അപ്പോൾ ഞാൻ ആളോട് ആദ്യം പറഞ്ഞത് എൻ്റെ ഓയിലി സ്കിന്നാണെന്നാണ്. പക്ഷെ പുള്ളിക്കാരി മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് പറയുന്നത് എൻ്റെ കോമ്പിനേഷൻ സ്കിന്നാണ്, എന്നാലും കൂടുതൽ ഡ്രൈ ആണെന്നുള്ളത്. അതാണ് സംഭവം. അപ്പോൾ ഇനി നമുക്ക് മേക്കപ്പ്, നമുക്കിനി ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാം. ഫൗണ്ടേഷനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ലോറ മെഴ്സിയറിൻ്റെ ഒരു ഫൗണ്ടേഷനാണ്. ഇത് ഇൻസ്റ്റഗ്രാമിൽ ഭയങ്കര ഹൈപ്പ് കിട്ടി വാങ്ങിച്ചിരുന്നതാണ്. അത്യാവശ്യം നല്ല കോസ്റ്റ്ലിയാണ്. അപ്പോൾ ഇത് വന്നിട്ട് എൻ്റെ ഷെയ്ഡ് ജിഞ്ചറാണ്. ഇത് ഞാൻ നമ്മുടെ ഇവിടുത്തെ ഡഗ്ലസിലൊക്കെ പോയി നോക്കി. ഡഗ്ലസിലൊന്നും ഇത് വരുന്നില്ല. ഇവിടുത്തെ സെഫോറയിലും ഇത് വരുന്നില്ല. അങ്ങനെ ഞാൻ ഓൺലൈനിൽ നോക്കിയതാണ്. ഓൺലൈനിലും ആമസോണിൽ ഈ ഷെയ്ഡ് ഡെലിവർ അല്ല. അപ്പോൾ ഈ ഷെയ്ഡ് ഞാൻ കുറേയൊക്കെ ഇങ്ങനെ യൂട്യൂബിലെല്ലാം ഇങ്ങനെ നോക്കി എൻ്റെ സ്കിൻ ടോണിന് പറ്റിയത് ഏത് എന്ന് ഒരു ഊഹത്തിന് വാങ്ങിയതാണ്. പലപ്പോഴും അത് നമ്മൾ ഊഹത്തിന് വാങ്ങുന്നത്, ഓൺലൈനിൽ വാങ്ങുന്നത് നമ്മുടെ സ്കിൻ ഷെയ്ഡുമായിട്ട് മാച്ച് ആവാൻ യാതൊരു വഴിയില്ല. ഒരു മിനിറ്റ്. ഓക്കെ, അങ്ങനെ അപ്പം മനുവായിട്ട് TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൻ്റെ സൗണ്ട് കാരണമാണ് ഞാൻ ഡോറ് ക്ലോസ് ചെയ്തത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ പലപ്പോഴും ഓൺലൈനിലൊക്കെ വാങ്ങുമ്പം നമ്മുടെ സ്കിൻ ഷെയ്ഡുമായിട്ട് മാച്ച് ആവണം എന്നില്ല. പക്ഷേ എന്തോ ഭാഗ്യത്തിന് ഞാൻ ഒരുപാട് ഇതുപോലെ റെഫർ ചെയ്തും കാര്യങ്ങളൊക്കെ ഒരേ പേരുടെ വീഡിയോസൊക്കെ കണ്ടിട്ടാണ് ഞാൻ എൻ്റെ ഷെയ്ഡ് കണ്ടുപിടിക്കുന്നത്. നമുക്ക് കറക്റ്റ് ഡ്രഗ് സ്റ്റോറിൽ പോയി എടുക്കാൻ പറ്റില്ല എങ്കിൽ. അപ്പോൾ എന്തൊക്കെയായാലും ഈ ഒരു ഷെയ്ഡ് ജിഞ്ചർ വന്നിട്ട് എനിക്ക് മാച്ചാണ്. അപ്പം ഞാനിത് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. ഇത് സത്യത്തിൽ നിങ്ങൾ കണ്ടോളൂ ഇതിൻ്റെ ഒരു പ്രൊഡക്റ്റിൻ്റെ ഇതാ. ഞാനിപ്പോൾ ഒരു പമ്പ് എടുക്കുകയാണ്. ഇതിൻ്റെ ഒരു കവറേജ് ഞാൻ കാണിച്ചു തരാം. ഒരു സൈഡ് മാത്രമേ യൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കവറേജ് വന്നിട്ട്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, അതുപോലെ നല്ല കവറേജും ഉണ്ട്. അതായത് നമ്മുടെ കറക്റ്റ് ഷെയ്ഡ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിൻ ടോൺ പോലെ തന്നെ ഇരിക്കും. അപ്പോൾ ഞാൻ ഫുൾ ഫേസ് അപ്ലൈ ചെയ്തിട്ട് കാണിച്ചു തരാം. ഞാനിപ്പോൾ കുറച്ച് നേരത്തേക്കൊന്ന് എഴുന്നേറ്റിരിക്കുകയാണ്, കാരണം ലൈറ്റിൻ്റെ ഭയങ്കര വെട്ടം പുറത്ത്. അപ്പം ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി
ഓക്കെ, അങ്ങനെ ഞാൻ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തു. ഇനി അടുത്തത് വന്നിട്ട് നമുക്ക് ഫസ്റ്റ് ഐബ്രോസ് ചെയ്യാം. ഞാൻ വന്നിട്ട് ഐബ്രോസ് എഴുതുമ്പം എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഞാൻ മൈക്രോ നീഡ്ലിംഗ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. ഞാൻ മൈക്രോ നീഡ്ലിംഗ് ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ ഐബ്രോസ് ജസ്റ്റ് ഫില്ല് ചെയ്യുകയുള്ളൂ. അപ്പം ഞാൻ എപ്പോഴും ഐ ഷാഡോ, എൻ്റെ ഐബ്രോസ് ബ്ലാക്കാണ്, അപ്പോൾ ഞാൻ ബ്ലാക്ക് ഐ ഷാഡോ വെച്ചാണ് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതിനായിട്ട് ഇങ്ങനത്തെ ഒരു ബ്രഷാണ് എടുക്കുന്നത്. ഇത് വന്നിട്ട് ഈ ഒരു ബ്രഷ് എടുക്കുമ്പം എനിക്ക് ഭയങ്കര പെർഫെക്ഷൻ തോന്നുന്നു. എനിക്ക് അത്ര പെർഫെക്ഷൻ വേണ്ട. അപ്പം ഇതെൻ്റെ ഒരു പഴയ ബ്രഷാണ്. എനിക്കെപ്പോഴും ഇതുകൊണ്ട് എഴുതുമ്പോഴാണ് മനസ്സിനൊരു തൃപ്തി വരുന്നത്. ഇത് വരുമ്പോൾ ഇച്ചിരി പോയിൻ്റായിട്ട് വരുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. എനിക്ക് അത്ര ഒരു പെർഫെക്ഷൻ വേണ്ട. എൻ്റെ ഐ ഷാഡോ നിങ്ങളെ കാണിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഞാൻ പുതിയ ഐ ഷാഡോ വാങ്ങും, അതുമായിട്ട് എങ്ങോട്ടേലും ട്രാവൽ ചെയ്യും, അത് പൊട്ടിപ്പൊളിഞ്ഞ് പണ്ടാരം അടങ്ങും. അത് തന്നെയാണ് എല്ലാ പ്രാവശ്യവും ഉണ്ടാകുന്ന അവസ്ഥ. ഇതുപോലത്തെ ചെറിയ കുഞ്ഞ് ഐ ഷാഡോ പാലറ്റ് കിട്ടും, ഒരു ഷെയ്ഡിൻ്റെ മാത്രം. ഐബ്രോ പാലറ്റാണ്, അതായത് അത് വന്നിട്ട് ഐ ഷാഡോ ബേസ് പോലെയാണ് ഇരിക്കുന്നത്. ഞാൻ അതുപോലത്തെയാണ് വാങ്ങുന്നത്. ട്രാവൽ ഫ്രണ്ട്ലി കൂടെയാണ്. അങ്ങനെ ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ട് കൊണ്ടുപോകുന്നതാണ് അൺഫ്രണ്ട്ലി ആവുന്ന അവസാനം. ഓക്കെ, അപ്പോൾ ഞാൻ വരയ്ക്കട്ടെ. ഞാനപ്പോൾ എനിക്ക് ഫോൺ നോക്കി ചെയ്യാനൊരു ബുദ്ധിമുട്ട്. ഞാനിപ്പോൾ ഈ ഒരു ബേസ് ആദ്യം ഫില്ല് ചെയ്യും, അത് കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് ബോട്ടം ഫില്ല് ചെയ്യും, അത് കഴിഞ്ഞിട്ടാണ് മുകളിലേക്ക് നമ്മൾ കിടക്കുക. ഓക്കെ, ആദ്യം വളരെ ലൈറ്റായിട്ട് തുടങ്ങാം, അതിനുശേഷം ഫുൾ ഫില്ല് ചെയ്യാം. കാരണം തുടക്കേ നമ്മൾ ഒരുപാട് പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ പോയിന്റിൽ വന്ന് കുറച്ചധികം ഡാർക്കായി പോയാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ 2 ഐബ്രോസും ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. എൻ്റെ അടുത്ത് എൻ്റെ അമ്മ എപ്പോഴും പറയുന്നുണ്ട് രണ്ടുപേരും 2 രീതിയിലായിരിക്കുന്നതെന്ന്. യെസ്, ഓഫ് കോഴ്സ്, രണ്ട് രീതിയിലാണ് ഇരിക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ പ്ലീസ് നോട്ട്, ഇത് നിങ്ങളൊന്ന് വായിക്കൂ. അപ്പോൾ ഞാൻ വീണ്ടും ഇപ്പം സിറ്റിംഗ് പൊസിഷനിലാണ്, കാരണം ലൈറ്റിൻ്റെ പ്രശ്നം കൊണ്ട് വീണ്ടും എനിക്ക് ഇരിക്കേണ്ടതായിട്ട് വന്നു. ഓക്കെ, അതെന്തെങ്കിലും ആവട്ടെ. അപ്പം ഇനി അടുത്തത് നമ്മൾ കണ്ണാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കണ്ണ് ഞാൻ വിചാരിക്കുന്നത്, ഞാൻ വന്നിട്ടൊരു ബ്ലാക്ക് കളർ ഔട്ട്ഫിറ്റാണ് ഇടുന്നത്. അപ്പോൾ അതിനു വേണ്ടി ഞാനൊരു കോറൽ ബ്രൗൺ കളർ ഐസ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. വിത്ത് ഒരു ബ്രൗൺ സ്മോക്കി ഐസ് ചെയ്യാമെന്നുള്ളത്. അതും ഒത്തിരി ഓവറായിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒരു കോറൽ കളർ. അപ്പോൾ ആദ്യം ജസ്റ്റ് ഞാനൊന്ന് ബേസ് ഇടുകയാണ്. ബേസ് ഞാൻ റെഡാണ്, ഒരു ലൈറ്റ് ഒരു കോറൽ കളറാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ അതാ ഞാൻ കണ്ണിൻ്റെ ബേസ് ചെയ്തേക്കാണ്. ഇനി വന്നിട്ട് ഞാൻ ചെയ്യുന്നത് എൻ്റെ കയ്യിൽ ഒരു കോറൽ കളർ ഒരു ഷിമ്മറി ഷെയ്ഡുണ്ട്. ജസ്റ്റ് അതൊന്ന് കൈ കൊണ്ട് ചെയ്യണം. എനിക്ക് എൻ്റെ ഈ പാലറ്റ് ഭയങ്കര ഇഷ്ടമാണ്. ഇതിലെ കളേഴ്സൊക്കെ നോക്കിക്കേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഐ ഷാഡോ വന്നിട്ട്. ഇനി ഞാനൊരു ബ്രൗൺ ഐ പെൻസിൽ എടുത്തിട്ട് ജസ്റ്റ് സ്മോക്കി ചെയ്യാൻ വേണ്ടി ഒന്ന് വരച്ച് കൊടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് ലൈൻ ചെയ്താൽ മതി. ഇനി സ്മോക്കി ചെയ്യുന്നത് കൊണ്ട് ഇതിൽ തന്നെ ഒരു ബ്രൗൺ ഷെയ്ഡ് ലൈറ്റായിട്ട് എടുത്തിട്ട് ഞാൻ ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതെന്തുകൊണ്ടാണ് ഈ പെൻസിൽ നമ്മൾ ആദ്യം സ്മോക്കി ചെയ്യുമ്പോൾ വരയ്ക്കുന്നതെന്ന് വെച്ചാൽ ഇത് സ്പ്രെഡ് ആവില്ല. നമ്മളിതിന് മീതെ ഐ ഷാഡോ ഉണ്ട് സ്മഡ്ജ് ചെയ്യുമ്പോഴത്തേക്കും പിന്നെ ഇത് നമ്മൾ എങ്ങനെ ചെയ്ത് നിർത്തുന്നോ അങ്ങനെ നിന്നോളും.
അപ്പോൾ ഞാൻ കണ്ണ് സ്മഡ്ജ് ചെയ്തു. ഇനി ഞാൻ ഈ ഔട്ടർ ലൈൻ, താഴത്തെ ഔട്ടർ ലൈനും ജസ്റ്റ് മുകളിലും ഒന്ന് ബ്ലാക്ക് ഐ പെൻസിലും കൊണ്ട് ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. ഇത് വന്നിട്ട് ഞാൻ നാട്ടിൽ പോയപ്പോൾ വെറുതെ കണ്ടപ്പോൾ ഞാൻ വാങ്ങിച്ചത് നമ്മുടെ ഐക്കോണിക്കിൻ്റെ കാജലാണ്. ഇത് സത്യത്തിൽ എന്തൊരു അടിപൊളി പ്രൊഡക്റ്റാണ്. ഇതിനെ വെല്ലുന്ന ഒരു വേറെ ഐ പെൻസിൽ ഇല്ല സത്യം പറഞ്ഞാൽ. അത്ര അടിപൊളി പെൻസിലാണിതേ. ഇപ്പം തന്നെ ഇതിൻ്റെ പരിപാടി ഞാൻ തീരാറുമായിട്ടുണ്ട്. കാരണം ഇത് വാങ്ങിയ പിന്നെ ഞാൻ ഇവിടെ ഉള്ളതൊന്നും ഞാൻ ഉപയോഗിക്കത്തില്ല, ഇത് തന്നെയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു മിനിറ്റ് ജസ്റ്റ് ഞാൻ കണ്ണ് താഴെ എഴുതട്ടെ. പോയോ? അപ്പോൾ ഇതാ ഐസ് കംപ്ലീറ്റ് ആയി. ഇനി മസ്കാര കൂടെ ഒന്ന് ചെയ്താൽ മതി. പക്ഷേ ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് താഴെ ഒന്ന് സ്പഞ്ച് ചെയ്ത് കൊടുക്കട്ടെ. കാരണം നമ്മുടെ ഐഷാഡോയുടെ പൊടികളെല്ലാം കൂടെ ഫേസിലേക്ക് വീണ്. ഓക്കെ, അപ്പോൾ മസ്കാരയ്ക്ക് വന്നിട്ട് ഞാൻ ഇന്ന് ഫേക്ക് ലാഷസ് ഒന്നും വെക്കുന്നില്ല. പകരം ഞാൻ 2 മസ്കാരയാണ്, ഞാൻ എന്താ പറയുന്നത്, 2 മസ്കാരയാണ്. ഇടയ്ക്കൊരു കോൾ വന്നു. 2 മസ്കാരയാണ് ഉപയോഗിക്കുന്നത്. അതിൽ ഒന്ന് അതായത് ലാഷിൻ്റെ ലെങ്ത്ത് കൂട്ടുന്നതും ഒന്ന് വോളിയം വെക്കുന്നതാണ്. അപ്പോൾ രണ്ടും കൂടെ കമ്പൈൻ ചെയ്താണ് ഉപയോഗിക്കുന്നത്. ആദ്യം വന്നിട്ട് ഹ്യൂഡ ബ്യൂട്ടിയുടെ 1 കോട്ട് വൗ ആണ്. ഇത് ഞാൻ ഓൾറെഡി ഇതിൻ്റെ റിവ്യൂ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് അടിപൊളി മസ്കാരയാണ്. അപ്പോൾ ഇതാണ് ആദ്യം ഉപയോഗിക്കുന്നത്. ഇത് അത്യാവശ്യം വോളിയം ലെങ്ത്തും തരുന്നുണ്ട് കേട്ടോ. കൂടുതൽ ലെങ്ത്താണ് ഇത് തരുന്നത്. ഈ കൂടെ തന്നെ ഞാൻ ഈ വോളിയമൈസിങ് മസ്കാര കൂടെ ഒന്ന് അപ്ലൈ ചെയ്യാണ്. എനിക്ക് അത്യാവശ്യം നല്ല ലാഷസ് ഉണ്ട് കണ്ണിന്. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ വെറുതെ ലാഷസ് മസ്കാര ഇങ്ങനെ എന്ന് വെച്ചാൽ നമ്മൾ കണ്ണെഴുതാതെ ഒന്നും മസ്കാര ഇടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് ഈ ലാഷസിനോടുള്ള ഇഷ്ടം കാരണം ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ ഒരു സമയത്ത് ലാഷസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫേക്ക് ലാഷസ് കണ്ടുപിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ദൈവമേ, അത് ചെയ്തിട്ട് എൻ്റെ ഉള്ളതും കൂടെ പൊഴിഞ്ഞു പോയ അവസ്ഥയായിരുന്നു. കാരണം ഇത് നമ്മുടെ ഒറിജിനൽ ലാഷസിലേക്കാണല്ലോ ഇവർ ഒട്ടിച്ചു വെക്കുന്നത്. അപ്പോൾ ഇതൊരു 1 മന്തൊക്കെ കഴിഞ്ഞ് സംഭവം അത് ലാഷസ് ഇങ്ങനെ ഫോൾ ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കും നമ്മുടെ സ്വയം, അതായത് നമ്മുടെ റിയൽ ലാഷസും കൂടെ ആ കൂടെ അങ്ങ് പോകും. അങ്ങനെ അവസാനം ഒരു ലാഷസ് ഇല്ലാത്ത അവസ്ഥയായിരുന്നു എനിക്ക്. പക്ഷെ എല്ലാം എന്തായാലും ഇപ്പം ബാക്ക് ടു നോർമലായി. നല്ല തണുപ്പ്. ഇതിന് ഭംഗി ശരിക്കും അറിയണമെങ്കിൽ ലൈറ്റ് വേണം. നമുക്കത് തിളങ്ങുന്നത് കണ്ടോ. ലിപ്സ്റ്റിക് ഇടുന്നതിന് മുമ്പ് ഭയങ്കര വെട്ടല്ലേ, എനിക്കത് കാണാമോ? ലിപ്സ്റ്റിക് ഇടുന്നതിന് മുമ്പ് ഞാനിപ്പം ജസ്റ്റ് മൂക്കൊന്ന് ഡിഫൈൻ ചെയ്യാൻ പോവാണ്. ഇത് വന്നിട്ട് ബെനഫിറ്റിൻ്റെ ഹൂള എന്ന് പറയുന്നതിൻ്റെ ബ്രോൺസറാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് മതി. ലിപ്സിലേക്ക് ഞാനിപ്പോൾ എടുക്കുന്നത് വന്നിട്ട് കാട്രിസ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ്, ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. ഇത് വന്നിട്ടുള്ള ഷെയ്ഡ് മണി എന്ന് പറയുന്ന ഷെയ്ഡാണ്. അടിപൊളി പിങ്ക് ഷെയ്ഡാണ്, ഒരു ന്യൂ പിങ്ക് ഷെയ്ഡാണ്. ഇത് വാങ്ങിച്ചാൽ പിന്നെ ഇപ്പോൾ എവിടെ പോലും ഞാൻ ഈ ഒരു ഷെയ്ഡേ ഉപയോഗിക്കുള്ളൂ. അത്ര അടിപൊളിയാണ്.
ഈ ഒരു ഷെയ്ഡ് നോക്ക്, അടിപൊളി. ഞാനപ്പോൾ ജസ്റ്റ് ഒന്ന് ലിപ് ലൈൻ കൂടെ ചെയ്ത് കൊടുക്കട്ടെ. സോ നമ്മുടെ മേക്കപ്പ് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി അടുത്ത് വന്നിട്ട് നമുക്ക് ഹെയർ ചെയ്യണം. ഹെയർ ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ഹെയർ ഡ്രൈ ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് കേൾസ് കൊടുത്തിട്ട്, എപ്പോഴും അഴിച്ചല്ലേ ഇടുന്നത്, ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്ലീക്ക് ഒരു പോണിറ്റയിൽ കെട്ടിയാലോ എന്നാണ് വിചാരിക്കുന്നത്. നോക്കാം. അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം, എടുത്ത മേക്കപ്പ് ഒക്കെ അതുപോലെ തന്നെ തിരിച്ചു വെക്കുക. ഇല്ലെങ്കിൽ എനിക്ക് പറ്റുന്നൊരു അബദ്ധമാണ്, ഇതാണ് സംഭവിക്കുക. എൻ്റെ കൈ തട്ടി തന്നെ എൻ്റെ മേക്കപ്പ് എല്ലാം പോകും. ഞാനപ്പം കേൾ ചെയ്യാൻ പോവാണ്. അപ്പം 2 സൈഡിലേക്കും മുടി ഡിവൈഡ് ചെയ്തിട്ട് ഇങ്ങനെ ഓരോ സെക്ഷൻ എടുത്താണ് കേൾ ചെയ്യുന്നത്. അപ്പം കേൾ ചെയ്യുന്നതിന് മുമ്പ് സെറ്റിംഗ് സ്പ്രേ ഒന്ന് അടിക്കാം. സെറ്റിംഗ് സ്പ്രേ അല്ല, ഹീറ്റ് പ്രൊട്ടക്റ്റൻ്റ്. ജസ്റ്റ് ഒന്ന് ആണ്. ഞാനപ്പോൾ ജസ്റ്റ് അപ്പോൾ ഞാനിതിപ്പോൾ 190-ലാണ് ടെമ്പറേച്ചർ ഇട്ടിരിക്കുന്നത്. ഇട്ടിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് അടുത്തൊരു ഹെയർ വാഷ് വരെ എൻ്റെ കേൾസ് അങ്ങനെ തന്നെ നിൽക്കാറുണ്ട്. അപ്പോൾ ഇതാ ഞാൻ നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് റൗണ്ട് ചെയ്തിട്ട് ഇങ്ങനെ സ്വൈപ്പ് ചെയ്തുകൊണ്ടിരുന്ന പിന്നെ ഞാനൊരു വീഡിയോയിൽ കണ്ടു ഇങ്ങനെ കേൾ ചെയ്താലും നല്ല കേൾസ് വരും എന്ന്. നോക്കാം. അപ്പം ഞാൻ പോയിട്ട് ഇനി അടുത്തത് ഡ്രസ്സ് ഇട്ടിട്ട് വരാം. ഗൈസ്, ഈ കാണുന്നതാണ് അപ്പോൾ എൻ്റെ ബർത്ത്ഡേ ഔട്ട്ഫിറ്റ്. ഈ ഔട്ട്ഫിറ്റ് വന്നിട്ട് ഞാൻ ഷീനിന്ന് വാങ്ങിയതാണ്. അപ്പോൾ ഔട്ട്ഫിറ്റ് കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര ഷിമ്മറിയൊക്കെ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷെ വന്നു കഴിഞ്ഞപ്പം അങ്ങനെയല്ലായിരുന്നു. എനിവേ, നമുക്ക് ഹെയർ സ്റ്റൈൽ ചെയ്യാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു സ്ലീക്ക് ഹെയർ സ്റ്റൈലാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു പോണിറ്റെയിൽ, ജസ്റ്റ് ഒരു ലോ പോണിറ്റെയിൽ കിട്ടുവാണ്, ഒരു മിഡിൽ പോണിറ്റെയിൽ കിട്ടുകയാണ്. എന്നിട്ട് കുറച്ച് ഭാഗം മാത്രം താഴേക്ക്, അത് നമുക്ക് പിന്നീട് ഹെയർ ബാൻഡിന് ചുറ്റും ഇങ്ങനെ ടൈ ചെയ്യാൻ വേണ്ടിയാണ്. ഇതൊരു നോർമൽ യൂഷ്വൽ ഹെയർ സ്റ്റൈലാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ബാക്കി നമ്മൾ ആ മിച്ചമിട്ട ഹെയർ ചുറ്റും ആ ഹെയർ ബാൻഡിന് ചുറ്റും ചുറ്റിയിട്ട് 2 ക്ലിപ്പ് വെച്ച് 2 പിൻ വെച്ച് അതൊന്ന് സെറ്റ് ചെയ്യുന്നു. കറക്റ്റ് സമയത്ത് വീട്ടിൽ നിന്ന് വിളിക്കുകയാണ്, അതാണ് ഞാനിവിടെ വോയിസ് ഓവർ ചെയ്യുന്നത്. ഞാൻ ഇവരോട് സംസാരിച്ചുകൊണ്ടാണ് ഹെയർ സ്റ്റൈൽ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ഇയറിങ്സിനായിട്ട് ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്ത ഇയർ കഫ് ഇയറിങ്സ് ആണ്. പക്ഷെ എന്താ പറയുക, ഇതിൻ്റെ ഒരു പീസ് മിസ്സിംഗ് ആണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് കയ്യിൽ കിട്ടിയ ഒരു ഹൂപ്പ് എടുത്തിടുവാണ്. പിന്നെ കയ്യിലേക്ക് ഞാൻ ഈ ഒരു സാധനം മാത്രമേ ഇടുന്നുള്ളൂ. അങ്ങനെ നമ്മുടെ ഔട്ട്ഫിറ്റ് ലുക്ക് വന്നിട്ട് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഈ ഒരു ഹെയർ സ്റ്റൈൽ വന്നിട്ട് നിങ്ങൾക്ക് മിഡിൽ പാർട്ടീഷൻ എടുത്ത് വേണമെങ്കിലും ചെയ്യാം. ഞാൻ സ്ഥിരം മിഡിൽ പാർട്ടീഷൻ എടുക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ ആയതുകൊണ്ട് ഒരു ചേഞ്ചിന് സൈഡ് പാർട്ടീഷൻ എടുത്തതാണ്. ഈ ഒരു ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് വീണ്ടും മറ്റൊരു വ്ലോഗായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ, സീ യു.